നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. PSC ഇന്ന് നടത്തിയ 10th പ്രിലിംസ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാർക്ഡ് PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ട് തരണം എന്നുണ്ടെങ്കിൽ PDF താഴെ കമന്റ് ചെയ്താൽ മതി. എന്തായാലും നമ്മുടെ ടെലഗ്രാം ചാനൽ ഈ ഒരു PDF പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്? ദക്ഷിണ ധ്രുവം. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. പ്രസിദ്ധമായ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊണാർക്കിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിൽ ഒന്നായ ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? നാഗാലാൻഡിലാണ്. ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രപതി ആരാണ്? ശ്രീമതി ദ്രൗപദി മുർമു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ ആകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 25 വയസ്സ്. നിലവിൽ GST കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര ധനകാര്യമന്ത്രി. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ ആരാണ്? G ശങ്കരക്കുറുപ്പ്. ക്രിക്കറ്റിൽ 100 അന്താരാഷ്ട്ര സെഞ്ചുറികൾ തികച്ച താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? NH-44. കേരളത്തിൽ വിവിധ മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുക എന്ന ഉദ്ദേശത്തോടെ 2025 ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടന്ന ഉച്ചകോടിയുടെ പേരെന്താ? ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ്. നേപ്പാൾ, ഭൂട്ടാൻ, ചൈന എന്നീ അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സിക്കിം. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന അയൽരാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. കേരള തീരപ്രദേശത്ത് പ്രധാനമായും ചവറ കാണപ്പെടുന്ന അറ്റോമിക ധാതു ഏതാണ്? തോറിയം. ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള ഇന്ത്യയുടെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കോറമണ്ടൽ തീരം. വിന്ധ്യ സത്പുര മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദ നദിയാണ്. നർമ്മദ. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഗുജറാത്ത്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അഗസ്ത്യാർകൂടം ഏത് വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാർ വന്യജീവി സങ്കേതം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 1ഉം 3ഉം. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് ശ്രമത്തിന്റെ ഭാഗമായാണ് പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയം നടപ്പിലാക്കിയത്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 പ്രധാന വ്യവസ്ഥയായിരുന്നു മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം എന്ന വ്യവസ്ഥ. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടക്കം കുറിച്ചത് ഏത് സമരത്തോടു കൂടിയാണ്? ദണ്ഡി മാർച്ച്. ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയ ആദ്യ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ്. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കാര പ്രസ്ഥാനങ്ങളും സ്ഥാപകരും ചേരുംപടി ചേർക്കുക. ഇവിടെ തിയോസഫിക്കൽ സൊസൈറ്റി കേണൽ ഓൾക്കോട്ട്, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, ഹിതകാരുണ്യ സമാജം വീരേശലിംഗം, പ്രാർത്ഥനാ സമാജം ആത്മാറാം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1917 ഇയർ തെറ്റാണേ. അപ്പോ 1917 ഗാന്ധിജി ആരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയാണ് ഗുജറാത്തിൽ ഖേദ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്? കർഷകരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഇവർ 3ഉം. ഫസൽ അലി, സർദാർ KM പണിക്കർ, HN ഖുൻസ്രു. പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണോ? അല്ല, മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്. 1947 ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുന്നതിന് വേണ്ടിയുള്ള ലയന കരാറിൽ ഒപ്പുവെക്കുവാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. വാദം കാരണം. ഇവിടെ 2 വാദവും ശരിയാണ്. ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്ര നിയമത്തെ ഇന്ത്യൻ ജനത എതിർത്തു. പ്രാദേശിക പത്രങ്ങൾ ദേശീയത വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. കാരണം വാദത്തെ വിശദീകരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ വിഭജനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1ഉം 2ഉമാണ് ശരി. ദ്വിരാഷ്ട്ര സിദ്ധാന്തമാണ് ഇന്ത്യ വിഭജനത്തിലേക്ക് നയിച്ചത്. പാകിസ്ഥാൻ 2 പ്രദേശങ്ങളായാണ് രൂപം കൊണ്ടത്. അടുത്ത ചോദ്യം, 2025 ഇന്ത്യയിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സസദ്
വികാസ് പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? ഹരിപ്പാടാണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ജപ്പാനാണ്. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം മോട്ടു എന്ന ആനക്കുട്ടിയാണ്. തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത ആരാണ്? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിൽ ആക്കുക. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആദ്യം ഈഴവ മെമ്മോറിയൽ 1796, രണ്ടാമത് വൈക്കം സത്യാഗ്രഹം 24-25, ഗുരുവായൂർ സത്യാഗ്രഹം 31, പാലിയം സത്യാഗ്രഹം 47-48. ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ്? ഇല്ലിക്കുന്ന്. കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാ? വൈകുണ്ഠസ്വാമികൾ. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ അല്ലാത്തത് ഏതാണ്? 2ഉം 4ഉം. അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അയ്യാവഴിയും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ചികിത്സയ്ക്കും വിശ്രമത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് അഭയം നൽകാൻ സൗകര്യമൊരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി അൻപുവീട്. കാനഡ ഗവൺമെന്റിന്റെ സാമ്പത്തിക സാങ്കേതിക സഹകരണത്തോടെ കേരളത്തിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരളത്തിലെ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. തമിഴ്നാട്ടിലൂടെ മാത്രമേ ഇവിടേക്ക് പ്രവേശന കവാടമുള്ളൂ. കേരളത്തിലെ 2ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണിത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ അഥവാ നിഫാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് പട്ടണത്തിലാണ്? ആലുവയിലാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടുള്ളവയാണ്? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഭാരതപ്പുഴയാണ്. പക്ഷെ 2ാമത്തെ പ്രസ്താവന മിസ്റ്റേക്ക് ഉണ്ട്. കേരളത്തിലെ നദികളിൽ ഏറ്റവും നീളം കൂടിയതല്ല, ഏറ്റവും നീളം കൂടിയത് പെരിയാറാണ്. 2ാം സ്ഥാനമാണ് ഭാരതപ്പുഴയ്ക്ക്. മാമാങ്കം നടത്തപ്പെട്ടിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. 2024 അർജുന അവാർഡ് കരസ്ഥമാക്കിയ മലയാളി നീന്തൽ താരം ആരാ? സജൻ പ്രകാശ്. കേരളത്തിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വൈക്കം സത്യാഗ്രഹം ഏത് കായൽ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? വേമ്പനാട്ട് കായൽ. അതിക്രമത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയകേന്ദ്രം ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്നേഹിത എന്ന പേരിൽ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ഡി, അതായത് 3ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. മെഴ്സിക്കുട്ടൻ അല്ല നിലവിലെ പ്രസിഡന്റ്. താഴെ കൊടുത്തിരിക്കുന്ന ജലസേചന പദ്ധതികൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ശരിയായി ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ആ 4 എന്നുള്ളത് 2ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. പെരിയാർ ഇടുക്കിയിലാണ്. അപ്പൊ വേറെ ഒന്നിലും ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ വെച്ച് എഴുതാൻ പറ്റും. കരാപ്പുഴ സ്ഥിതി ചെയ്യുന്നത് വയനാട്. പോത്തുണ്ടി ആണെങ്കിൽ എവിടെയാ? പാലക്കാട്. ചിമ്മിനി ആണെങ്കിൽ തൃശ്ശൂര്. പച്ചയാം വിരിപ്പിട്ട സഹ്യാദ്രി തൻ മടിയിൽ തലവെച്ചും വെൺമണൽ മെത്തമേൽ കാൽ നീട്ടിയും കിടക്കുന്ന കേരളമേ. കേരളത്തിന്റെ പ്രകൃതിയെ കുറിച്ചുള്ള ഈ വരികൾ രചിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെട്ടത് മങ്കട കൃഷ്ണവർമ്മ രാജ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പൻ ആണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാ? 1709. താഴെ പറയുന്നവയിൽ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാ? 1ഉം 3ഉം 4ഉം. ഓക്കെ. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊണ്ടു. തിരുവിതാംകൂറിൽ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം 1913 സംഘടിപ്പിച്ചു. ഈ പിടിയേരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവം ഏതാണ്? കീഴരിയൂർ ബോംബ് കേസ്. ആദിഭാഷ എന്ന കൃതി രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഏതാ? 1956. ആരുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും? വി.ടി. ഭട്ടതിരിപ്പാട്. വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തത. പരിശീലനം സിദ്ധിച്ച കുടുംബശ്രീ വോളണ്ടിയർമാർ വീടുകൾ സന്ദർശിച്ച് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയവ പരിശോധിക്കുന്ന
പദ്ധതിയുടെ പേരെന്ത്? സാന്ത്വനം. ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിൽ എത്തിക്കുന്ന സിര ഏതാണ്? ഹെപ്പാറ്റിക് പോർട്ടൽ സിര. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്നും മാറ്റി സുരക്ഷിതമായ സ്ഥലങ്ങളിൽ സംരക്ഷിക്കുന്ന രീതിക്ക് ഉദാഹരണം ഏതാ? ബൊട്ടാണിക്കൽ ഗാർഡൻ. ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ചുമ, തുമ്മൽ മുതലായ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമേതാ? മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഓട്ടിസം, സെറിബ്രൽ പാൽസി, ബുദ്ധിമാന്ദ്യം, ഡിസബിലിറ്റി ബാധിതരുടെ അമ്മമാർക്ക് ഉപജീവന മാർഗം ഉറപ്പിക്കാൻ വേണ്ടി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹയാനം. സുന്ദർലാൽ ബഹുഗുണയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രസ്ഥാനം ഏതാണ്? ചിപ്കോ പ്രസ്ഥാനമാണ്. ഭൗമസൂചിക പദവി ലഭിച്ച ഒരു കാർഷിക ഉൽപ്പന്നം ഏതാണ്? പാലക്കാടൻ മട്ടയരി. തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സവിശേഷമായ ആവാസ വ്യവസ്ഥ ഏതാ? കണ്ടൽ വനങ്ങൾ. സിങ്കിന്റെ അയിര് അല്ലാത്തത് ഏതാണ്? സിഡറേറ്റ്, അയണിന്റെ അയിരാണ്. ഹൈഡ്രജന്റെ ഐസോടോപ്പുകളിൽ റേഡിയോ ആക്റ്റീവ് ആയത് ഏതാണ്? ട്രിഷ്യം. വാട്ടർ ഗ്യാസ് എന്തിന്റെയൊക്കെ മിശ്രിതമാണ്? കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ. പ്രമേഹ രോഗികൾക്ക് വേണ്ടിയുള്ള പലഹാരങ്ങളിൽ മധുരം ഉണ്ടാകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവിന്റെ പേരെന്താ? സാക്കറിൻ. രാത്രിയിൽ പടക്കം പൊട്ടുമ്പോൾ ഉണ്ടായ വെളിച്ചം കണ്ട് 2 സെക്കൻഡിന് ശേഷം അതിന്റെ ശബ്ദം കേട്ടു എങ്കിൽ സ്ഫോടനം നടന്നത് എത്ര അകലത്തിലാണ്? ശബ്ദവേഗം 350 മീറ്റർ/സെക്കൻഡ് ചെയ്യുമ്പോൾ 700 മീറ്റർ. ഫാരൻഹീറ്റ് താപനിലയും സെൽഷ്യസ് താപനിലയും ഒരേ അളവിൽ കാണിക്കുന്നത് ഏത് ഊഷ്മാവിലാണ്? -40 താഴെ തന്നിരിക്കുന്നവയിൽ സംരക്ഷിത ബലങ്ങൾ, കൺസർവേറ്റീവ് ഫോഴ്സസ് ഏതാണ് തന്നിരിക്കുന്നതില്? 1ഉം 4ഉം. ഗുരുത്വാകർഷണ ബലവും സ്ഥിത വൈദ്യുതി ബലവും. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോണിന്റെ ഒന്നാമത്തെ ഉത്തേജകാവസ്ഥയിലെ ഊർജവും രണ്ടാമത്തെ ഉത്തേജകാവസ്ഥയിലെ ഊർജവും തമ്മിലുള്ള അനുപാതം 9/4. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ഭ്രമണപഥം കൃത്യമായി വൃത്താകാരമാണെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ചന്ദ്രനിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഘർഷണം വഴി ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും നെഗറ്റീവ് ആണ്. അടുത്ത ചോദ്യം 1 - 1/2 into 1 - 1/3 into 1 - 1/4 into 1 - etc. into 1 - 1/100. വാല്യൂ എത്രയാ? 1/100. Root of x minus 1 into root of x plus 1 equal to 3. a plus b into a minus b, a square minus b square ഫോമിൽ ചെയ്താൽ മതി. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. അടുത്ത ചോദ്യം, രണ്ട് സംഖ്യകളുടെ ലസാഗു 240, ഉസാഖ 4. ഒന്നാമത്തെ സംഖ്യ 16, രണ്ടാമത്തെ സംഖ്യ എത്രയാണ്? 60. ഒരു കടക്കാരൻ ഒരു സാധനം 20% നഷ്ടത്തിൽ വിറ്റു. 60 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ 5% ലാഭം കിട്ടുമായിരുന്നു. എങ്കിൽ വാങ്ങിയ വില എത്രയാണ്? 240. √0.9 plus √0.81 plus √1.44. വാല്യൂ എത്രയാണ്? 2.4. 1.25 the whole square minus 0.75 the whole square. വാല്യൂ എത്രയാ? 1 ആണ്. 392നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗം ലഭിക്കും? 2 കൊണ്ടാണ്. 45 - 5 divided by 2 into 4 - 2ന്റെ വാല്യൂ എത്രയാണ്? ഓപ്ഷൻ സി 78. 1 - 1/1 plus 1/2. ഇതിന്റെ ഉൽക്രമം 3 ആണ്. 20 സംഖ്യകളുടെ ശരാശരി 35 ആണ്. ആദ്യത്തെ 10 സംഖ്യകളിൽ ഓരോന്നിനോടും 5 കൂട്ടി അടുത്ത 10 സംഖ്യകളിൽ ഓരോന്നിനോടും 3 കുറച്ചാൽ പുതിയ ശരാശരി 36. 4, 9, 8, 18, 12, 27, 16 എന്ന ശ്രേണിയുടെ 21ാമത്തെ പദം 44. അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏതാ? 21. 2 into 2x plus 3/3 plus 10 equal to 2 into x minus 2 ആയാൽ എക്സിന്റെ വില എത്രയാണ്? 24. തുടർച്ചയായ 3 ഇരട്ട സംഖ്യകളുടെ തുക ആദ്യ സംഖ്യയേക്കാൾ 30 കൂടുതലാണെങ്കിൽ മൂന്നാമത്തെ സംഖ്യ ഏതാണ്? 16 ആണ്. 2ഉം 3ഉം പരസ്പരം മാറ്റുക, 4ഉം 6ഉം പരസ്പരം മാറ്റുകയാണെങ്കിൽ ഈ ഒരു ക്രിയ ചെയ്ത് ഇങ്ങനെ മാറ്റിയിട്ട് ഈ ഒരു ക്രിയ ചെയ്യുമ്പോൾ കിട്ടുന്നത് 2 ആണ്. 132:156 ആണെങ്കിൽ 90 എത്രയാണ്? 110 ആണ്. 110. എയുടെയും ബിയുടെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ അംശബന്ധം 3:5. 6 വർഷം കഴിയുമ്പോൾ അംശബന്ധം 5:7 ആകും. എയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 9. ഒരു നിരയിൽ പി ഇടതുവശത്ത് 23ാമത്, ക്യൂ വലതുവശത്ത് നിന്ന് 18ാമത്. അവർ സ്ഥാനങ്ങൾ പരസ്പരം മാറ്റിയപ്പോൾ പി ഇടത്ത് നിന്ന് 32ാമത്. ആ നിരയിൽ ആകെ എത്ര പേർ ആണ് ഉള്ളത്? 49. താഴെ നൽകിയിരിക്കുന്ന അവ ശരിയായ ക്രമത്തിൽ ക്രമീകരിക്കുമ്പോൾ
ഓപ്ഷൻ സി ആണ് വരുന്നത്. ആദ്യം രോഗം, പിന്നെ ഡോക്ടർ, പരിശോധിക്കുന്നു, ചികിത്സ നൽകുന്നു, രോഗമുക്തി. റൂട്ട് ഓഫ് 784 into 4 cube divided by 7 into 2 cube. വാല്യൂ എത്രയാ? ഓപ്ഷൻ ബി 32. ഓക്കെ, അപ്പൊ ഇത്രയാണ് 100 ചോദ്യങ്ങൾ. ഇതിന്റെ മാർക്ക്ഡ് PDF വേണമെന്നുണ്ടെങ്കിൽ PDF താഴെ കമന്റ് ചെയ്തേക്കാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തോളൂ. കൂടാതെ കമ്പനി LGS മെയിൻസിന്റെ ബാച്ചിലേക്ക് അഡ്മിഷൻ ഓപ്പൺ ആണ്. ഫീസ് 1299 ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് കമന്റിൽ ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ആൻസർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.